മണി മണിയേ അടുപ്പും കത്തിച്ചു വെച്ചിട്ട് ഇതാ പോയിരിക്കുന്നു. എന്ത് പറഞ്ഞു മണി? ഓ, നീ ഇത് എവിടെ പോയിരുന്നു മണി? ഞാൻ പുറത്തുണ്ടായിരുന്നു. അടുപ്പും കത്തിച്ചു വെച്ച് ഇതാ കുഴഞ്ഞ്. ഏയ് കുഴഞ്ഞൊന്നുമില്ല. നിങ്ങൾക്ക് ഓഫ് ചെയ്തൂടായിരുന്നാ? നീ പുറത്തെന്തെടുക്കായിരുന്നു? ഞാനോ? അവിടെ കുറച്ച് ചവറുകളൊക്കെ ഞാൻ ഇന്നലേക്ക് അടിച്ചു വാരി ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കത്തിക്കണോ വേണ്ടയോ എന്നിങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുകയായിരുന്നു. മണിയേ, എന്ന് തുടങ്ങി മണി ഈ പതിവില്ലാത്ത പുതിയ ശീലങ്ങൾ? എന്തോന്നു? അല്ല, ഈ കള്ളം പറഞ്ഞോണ്ട് ചോദിച്ചതാണ്. അതെ, ഞാൻ അപ്പത്തെ വീട്ടിലെ സ്റ്റെല്ല ചേച്ചിയായിട്ട് സംസാരിച്ചോണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ചർച്ച കൊടുത്തു തുടങ്ങി. അപ്പൊ ഞാൻ ആരോട് സംസാരിക്കണ്ടേ? നിങ്ങൾ രാവിലെ ബാങ്കിൽ പോകും, നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് മീറ്റ് ചെയ്തു, സംസാരിക്കുന്നു. നമ്മളിവിടെ പുതിയ വീട്ടുകാരായതുകൊണ്ട് അയൽക്കാരെ ഒന്നും എനിക്ക് പരിചയമില്ല. പിന്നെ ആ കൂടെ ഇത്തിരി മനസ്സ് തുറന്ന് സംസാരിക്കുന്നത് ചിന്നു വരുമ്പോ മാത്രമാണ്. എന്നിട്ട് എന്ത് പറഞ്ഞു നിന്റെ സ്റ്റെല്ല ചേച്ചി? സത്യം പറഞ്ഞാ മണി, ഞാൻ ഇന്ന് വരെ അവരെ കണ്ടിട്ടില്ല. പക്ഷെ സ്റ്റെല്ല ചേച്ചി നിങ്ങളെ കണ്ടിട്ടുണ്ട്. എന്നിട്ട് സ്റ്റെല്ല ചേച്ചി പറയുകയും ചെയ്തു നിങ്ങൾ നല്ല മനുഷ്യനാണെന്ന്. അതെങ്ങനെ പറ്റും? അവർക്ക് എന്നെ പറ്റുമെന്ന് പറഞ്ഞുകൂടല്ലോ. സ്റ്റെല്ല ചേച്ചിക്ക് ആൾക്കാരെ കണ്ടാ മനസ്സിലാവും. അത് ശരിയാണ് അച്ഛാ. ചിലർക്ക് സ്വഭാവം അളക്കാനുള്ള മീറ്റർ കാണും. അത് അവര് വയറ്റിന്റെ അകത്ത് ഇട്ടുകൊണ്ടാണ് നടക്കുന്നത്. ആ മീറ്ററിന്റെ പേരാണ് ക്യാരക്ടർ തെർമോമീറ്റർ. കൂടുതലാക്കല്ലേ, മതി. രവിയേട്ടാ, ഈ സ്റ്റെല്ല ചേച്ചി ഉണ്ടല്ലോ, മറ്റുള്ളവരെ പറ്റി കുറ്റം പറയണ ടൈപ്പ് ഒന്നുമല്ല. വളരെ ഡീസന്റ് ആണ്. പിന്നെ ഒരു കാര്യം, കണ്ടതും കേട്ടതുമായിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് പറയും. ചേച്ചിയെ കോട്ടയംകാരിയാണ്. പാലയിലാണ് കുടുംബമൊക്കെ. പാലലക്ഷ്മി. ചുരുക്കി പറഞ്ഞ അമ്മയും സ്റ്റെല്ല ആന്റി തകർക്കാൻ പറ്റാത്ത ആത്മബന്ധമാണെന്ന് പറ. ഇപ്പൊ മധുരക സിനിമയില് പോലെ അപ്പുറത്തും ഇപ്പുറത്തും നിന്ന് സംസാരമാണ്. നീ ഇടയ്ക്കറി സംസാരിക്കല്ലേ. രവിയേട്ടാ, ഞാൻ പറഞ്ഞു വന്ന എന്താണെന്നറിയോ? സ്റ്റെല്ല ചേച്ചി എടുത്ത് അപ്പുറത്തെ വീട്ടിലെ മിനി ഇല്ലേ, അവര് നമ്മളെ പറ്റി കുറെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തെന്ന്. എന്ത് കാര്യം? എന്നെ പറ്റിയൊക്കെ വളരെ മോശമായിട്ടാണ് അവര് പറയണത്. ഇനി പറയാണ് എന്റെ വിചാരം ഞാൻ നടിയാണെന്നാണ്. നടിയാ? ഓ, തമിഴ് സിനിമ നടി മീനയാണെന്ന്. ആണോ? അമ്മയ്ക്ക് അങ്ങനെ ഒരു വിചാരം ഉണ്ടോ? അവൾക്ക് ഭ്രാന്താണ്. അവള് പറയാണേ, എനിക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ എടുത്തിട്ട് അടിക്കൂന്ന്. എന്നിട്ട് ആ അടിയും കൊണ്ടോണ്ട് നിങ്ങൾ പട്ടിയെ പോലെ നിക്കുന്നു. പിന്നെ പറഞ്ഞ എന്തോന്നറിയോ? ഇങ്ങേര് എന്റെ വീട്ടിൽ ജോലിക്ക് വന്ന സ്ത്രീയുടെ മോനാണെന്നും പിന്നെ നിങ്ങൾക്ക് ജോലി കിട്ടിയപ്പോ എന്റെ അച്ഛൻ നിങ്ങളെ വിലക്ക് വാങ്ങിച്ചെന്നും. എന്നിട്ട് എന്തൊക്കെ കഥകളാണെന്നറിയോ? അവരൊരു വല്ലാത്ത സ്ത്രീയാണ് കേട്ടോ. ആൾക്കാര് പലതും പറയും. ഞാൻ നിന്റെ പണി നോക്കി, പണി നോക്ക്. എന്തോ നമ്മ ചെയ്യണേ? കണ്ടൂടെ? ഇതൊക്കെ ഇന്ന് കഴുകിയിട്ടതാ? കഴുകി മോളിൽ കൊണ്ടുപോയി ഉണക്കി കൊണ്ടുവന്നത്. അതെ, ടെറസിൽ വല്ല തുണി നനച്ചിട്ട് കഴിഞ്ഞാൽ നിനക്കൊന്നും എടുത്തോണ്ട് വരാൻ വയ്യല്ലോ. സമയമില്ല അമ്മ. അമ്മയെ പോലെ അടുക്കള ജോലി മാത്രം ചെയ്താൽ മതിയോ? എനിക്ക് എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്ന് അറിയോ? പഠിക്കണം, ജിമ്മില് പോണം, പിന്നെ ബോക്സിംഗ് പ്രാക്ടീസ് ചെയ്യണം, പിന്നെ കൂട്ടുകാരികളെ മീറ്റ് ചെയ്യണം. എന്തൊക്കെ കാര്യങ്ങളെന്നറിയോ? സമയാവുമ്പോ എല്ലാം തന്നെ താനെ ചെയ്തോളും. പണ്ടേ എൻ്റെ വീട്ടിലെ തറവാട്ടിലാവുമ്പോ എൻ്റെ അമ്മ എല്ലാ പണിയും ചെയ്യും. അമ്മ ജോലി ചെയ്യുമ്പോൾ ഞങ്ങളും കൂടെ കൂടും. കുറേ പണിയൊക്കെ ഉള്ള സ്ഥലമല്ലേ, കൃഷിയൊക്കെ ഉള്ളതുണ്ടല്ലോ. അപ്പോൾ മുറ്റത്ത് നെല്ലൊക്കെ ഇങ്ങനെ ഉണക്കായിടും. അപ്പം നമ്മൾ നോക്കിക്കൊണ്ട് നിൽക്കണം. അത് കഴിഞ്ഞ് നെല്ല് ആവി കയറ്റും. അപ്പോൾ കൂടെ നിൽക്കും. പിന്നെ നെല്ല് കുത്താനെടുക്കുമ്പോൾ അതിനെ ഞങ്ങൾ സഹായിക്കും. പണി ചെയ്യാനായിട്ട് 10-30 പേരൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെയൊക്കെ ജോലി നമ്മൾ തന്നെ ചെയ്യുമായിരുന്നു. അങ്ങനെ പണി ചെയ്താണ് നിന്റെ അമ്മയ്ക്ക് ഇത്ര തടി കിട്ടിയത് മോളെ. ആ, എനിക്ക് എൻ്റെ അമ്മയുടെ ശരീരപ്രകൃതമാണ്. ഞങ്ങൾ പണി ചെയ്താലും പണി ചെയ്തില്ലെങ്കിലും കഴിച്ചാലും കഴിച്ചില്ലെങ്കിലും ഒക്കെ ഈ തടി തന്നെ. അല്ലേലും പുലിനട വീട്ടുകാർക്ക് കുറച്ച് തടിയും തൻ്റെ ഒക്കെ കൂടുതലാണ്. അമ്മ, അമ്മയുടെ തറവാട്ടിൽ എങ്ങനെ പുലിനടാന്ന് പേര് കിട്ടിയത്? നിനക്ക് ആ കഥ അറിഞ്ഞൂടെ? ശരിക്കും അറിഞ്ഞൂടെ? ഇല്ല. ആ, എന്നാ ഞാൻ പറഞ്ഞുതരാം. അതായത് ഇത് കഥയൊന്നും അല്ല, സംഭവം നടന്ന കഥയാണ്. അതായത് ഒരു അതായത് ഒരു 10-80 കൊല്ലം മുന്നേ നടന്ന കഥയാണ്. നിനക്ക് കൊടപ്പാറ കുന്നറിയാലോ, നമ്മുടെ വീടിന്റെ അവിടെ നിന്ന് കാണുന്നേ. അപ്പൊ കുന്നിന്റെ താഴെ കുറ്റിക്കാട്, കുറ്റിക്കാട് കഴിഞ്ഞ കാവ്, കാവ് കഴിഞ്ഞ പിന്നെ നമ്മുടെ പാടം തുടങ്ങുമല്ലോ. അത് വന്ന് അവസാനിക്കണത് നമ്മുടെ പടിപ്പുരയുടെ അവിടെ. പിന്നെ അറിയാലോ, മനസ്സിലായി, പറ. അപ്പൊ പാറയുടെ അപ്പുറത്ത്, അതായത് നമ്മുടെ കുന്നിന്റെ അപ്പുറത്ത് വലിയ വനമായിരുന്നു പണ്ട്. ആ വനത്തിൽ നിന്ന് നമ്മുടെ പാടത്തേക്ക് വന്യമൃഗങ്ങളൊക്കെ വരുമായിരുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യും? ഏറുമാടത്തിൽ കയറി നിന്ന് നമ്മുടെ പണിക്കാരൊക്കെ പാട്ടിയൊക്കെ കൊട്ടി മൃഗങ്ങളെയൊക്കെ ഓട്ടിക്കും. അങ്ങനെ ഇരിക്കും ഒരു ദിവസം. എൻ്റെ അപ്പൂപ്പന്റെ കാലത്താണേ. അപ്പൂപ്പൻ ഭയങ്കര ധൈര്യശാലിയൊക്കെ ആയിരുന്നു. അപ്പൂപ്പൻ രാവിലെ ഒരു ദിവസം വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോ ഉണ്ടല്ലോ, നടയിലൊരു പുലി കിടന്ന്. അല്ല, അസല് പുലി.
നടയിലേ പുലി ഇങ്ങനെ കിടക്കും പുറകെയായിരുന്നു തോന്നുന്നു. അപ്പൂപ്പ ഇത് കണ്ടിട്ടുണ്ടല്ലോ, കൈയൊക്കെ കെട്ടി ഇങ്ങനെ നോക്കി നിൽക്കുകയായിരുന്നു. അപ്പോഴത്തേക്കും പണിക്കാരൊക്കെ ഓടി വന്ന് നാട്ടുകാരൊക്കെ കൂടി ഇതിനങ്ങ് ഓട്ടിച്ചു വിട്ട്. ശബ്ദം കേട്ടപ്പോൾ അത് ഓടിപ്പോയി. പിന്നെ നാട്ടുകാരെല്ലാരും കൂടി പുലി കിടന്ന വീടെന്ന് പറഞ്ഞ് പുലിനട വീടായി. അങ്ങനെയാണ് നമ്മുടെ വീടിന് പുലിനട വീട് ആ പേര് വന്നത്. പക്ഷേ അതിന് മുന്നേ വരെ നമ്മുടെ വീടിന്റെ പേരെന്തൊന്നറിയോ? കൂവളച്ചോട് വീടെന്നായിരുന്നു. കൂവളോ കുമ്പളോ? കൂവളം. വീടിന്റെ വടക്കുവശത്തെ ഒരു വലിയ കൂവളം ഉണ്ടായിരുന്നു. അപ്പൊ പാരമ്പര്യമായിട്ട് കിട്ടിയ പേരാണ് ഈ കൂവളച്ചോടെന്നുള്ളത്. അതാണ് പിന്നീട് മാറി പുലിനട വീടെന്നൊക്കെ ആയത്. കൂവളം പോയി, പുലി ഇറങ്ങി, പുലിക്ക് ശേഷം പുളു ഇറക്കി. ഞാൻ പറഞ്ഞതേ മക്കള് കേള്. ഈ കൂവളം ഉണ്ടല്ലോ ചെറുതൊന്നും അല്ല, നല്ല വലുതായിരുന്നു. ഒരു 5-6 പേര് ഇങ്ങനെ ചേർന്ന് പിടിച്ചാലൊന്നും എത്തൂല, അത്രയും വലിയ തടിച്ച കൂവളമായിരുന്നു കേട്ടോ. ഓ അമ്മയെ പോലല്ലേ? പോടി എവിടുന്ന്. അയ്യോ ഫോൺ വിളിക്കണേ, ഞാൻ പോണേ. ഞാൻ വല്ലതും ചേർന്നിരും കേട്ടോ. മണി, മോള് പറഞ്ഞതിൽ ഒരു കാര്യം സത്യമുണ്ട്. എന്തോന്ന്? ആ കൂവളത്തിന്റെ സൈസ്. പണ്ട് ഒരു നാട്ടില് പുലി ഇറങ്ങി, പുലിയെ പേടിച്ച് ഒരു അപ്പൂപ്പ മുണ്ടില്ലാതെ ഓടി. ഉരുളയ്ക്ക് പേര്